ഓക്കെ, തുടങ്ങാം. നമ്മൾ AM വരെയായിരുന്നു തന്നല്ലോ. ഓക്കെ, ഇനി എഴുതിക്കോളൂ. ആവറേജ് ആറ്റോമിക് മാസ്. എല്ലാവരും ഹെഡിങ് എഴുതുക. ആവറേജ് ആറ്റോമിക് മാസ്. ആവറേജ് ആറ്റോമിക് മാസ്. ആവറേജ് ആറ്റോമിക് മാസ്. ആവറേജ് ആറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ ഒരിക്കലും ആറ്റോമിക് മാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു എലമെൻറ്റിന് തന്നെ 2 ഐസോടോപ്പ് കാണും, അല്ലെങ്കിൽ 3 ഐസോടോപ്പ് കാണും. അപ്പോൾ ഈ 3 ഐസോടോപ്പിനും പല അബണ്ടൻസ് ആയിരിക്കും. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ അവൈലബിലിറ്റി പലതായിരിക്കും. അപ്പോൾ അവരുടെ അവൈലബിലിറ്റിയും ഈ 3 ആൾക്കാരുടെ മാസിൻ്റെയും കൂടെ ചേർത്തിട്ടാണ് ശരിക്കും ആ എലമെൻറ്റിൻ്റെ മൊത്തം അറ്റോമിക് മാസ് പറയുന്നുണ്ടാകുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഹൈഡ്രജന് 3 ഐസോടോപ്പ്, H11, H12, H13. ശരിക്കും നമ്മൾ ഹൈഡ്രജൻ്റെ ഇതിനെ എന്തായിട്ടാണ് എടുക്കുന്നത്? അല്ല, എത്ര ഗ്രാമായിട്ടാണ് എടുക്കുന്നത്? ഹൈഡ്രജൻ്റെ മാസിനെ 1 ഗ്രാമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇവരുടെ 3 പേരുടെ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട് അതിനകത്ത്. കാരണം ഇവൻ്റെ അവൈലബിലിറ്റി ഇൻറ്റു അവൻ്റെ മാസ് പ്ലസ് ഇവൻ്റെ അവൈലബിലിറ്റി ഇൻറ്റു അവൻ്റെ മാസ് പ്ലസ് ഇവൻ്റെ അവൈലബിലിറ്റി ഇൻറ്റു അവൻ്റെ മാസ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ആ ആവറേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത്. ഇവരുടെ 3 പേരുടെയും റിലേറ്റീവ് അബണ്ടൻസ് വെച്ചിട്ട് അതിൻ്റെ അറ്റോമിക് മാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊത്തത്തിൽ അവരുടെ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1 കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ 3 കൊടുത്താൽ പ്രശ്നം, എന്താ 2 കൊടുത്താൽ? ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 1 ആക്കിയിരിക്കുന്നത്. ഇവരുടെ റിലേറ്റീവ്, ഇവരുടെ അവൈലബിലിറ്റിയും അതും എല്ലാം കൂടെ അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പം അത് നോക്കാം നമുക്ക്. Almost all the element have almost all the element have almost all the elements have isotopes. Almost all the elements have isotopes. So we can calculate average atomic mass of an element considering the atomic mass of isotopes and their relative abundance. കണ്ടോ? അതായത് ആവറേജ്, അതായത് ഒത്തിരി ഐസോടോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലോറിൻ്റെ ആറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിന് 2 ഐസോടോപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ 2 ഐസോടോപ്പുകളുടെയും അബണ്ടൻസും ആ 2 ഐസോടോപ്പുകളുടെയും അറ്റോമിക് മാസിൻ്റെയും കൂടെ ഒക്കെ ചേർത്തിട്ടൊരു കാൽക്കുലേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? അവൻ്റെ അറ്റോമിക് മാസ് ആയിട്ട് പറയുന്നത്. അതിനെയാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഐസോടോപ്സ് എക്സാമ്പിൾ എഴുതാം. ഫോർ എക്സാമ്പിൾ chlorine has 2 isotopes. Chlorine has 2 isotopes, Cl35 Cl35 അതേപോലെ തന്നെ Cl37 ആണ് ഐസോടോപ്പ്. Cl1735 1737. In the ratio 3:1. അതായത് ഭൂമിയിൽ ഇവരുടെ അവൈലബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 3 ഭാഗം ഇവരായിരിക്കും, 1 ഭാഗം മാത്രമേ ഉള്ളൂ ആര്? ഇവർ. അപ്പോൾ ഇവരുടെ അബണ്ടൻസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ഇവരുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അറ്റോമിക് മാസ്, ആവറേജ് അറ്റോമിക് മാസ്. അതായത് ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്. 3 × 35 പ്ലസ്
1 into 37 ഡിവൈഡഡ് ബൈ 4 എന്നായിരിക്കും എടുക്കുന്നത്. അങ്ങനെ നമുക്ക് 35.5 ഗ്രാം എന്ന് കിട്ടും. ഗ്രാം എന്നല്ല, യു എന്ന് എടുത്താൽ മതി. ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ നമ്മൾ പറയുന്നത് യു. കണ്ടോ? അപ്പോൾ ഇവരുടെ റിലേറ്റീവ് അബണ്ടൻസ് ഇൻറ്റു അവരുടെ മാസ്, ഇവൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് ഇൻറ്റു അവരുടെ മാസ് ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ 3+1 അവരുടെ റേഷ്യോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? 100ൽ എടുക്കാം. ഇതിപ്പം പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ 100ൽ എടുക്കാം. വേണ്ട, ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇനി അതേപോലെ വേറൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. വേറെ എക്സാമ്പിൾ അല്ല, വേണ്ട, ഇത് മനസ്സിലായില്ലേ? ഇത് ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് അനഘ, പാർവണ, അനുഷ്ക, അർജുന്, അലൻ, ധനു. ഓക്കെ. ഇനിയും അടുത്തത് മോളിക്കുലാർ മാസ് എന്നൊരു ഹെഡിങ് എഴുതുക. മോളിക്കുലാർ മാസ് എന്ന് ഒരു ഹെഡിങ് എഴുതുക. മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓരോ ആറ്റത്തിൻ്റെ മാസ്, അതായത് ഒരു മോളിക്കൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിലുള്ള ഓരോ ആറ്റത്തിൻ്റെ മാസിൻ്റെ സം ആയിരിക്കും അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് ഇറ്റ് ഈസ് ദ സം ഓഫ് atomic masses of elements present in a molecule. It is obtained by multiplying the atomic mass of each element by the number of its atom and adding them together നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം ഒരെണ്ണം. എക്സാമ്പിൾ H2SO4. ഇതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാം, ഈ ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഇവിടെ 2. ഒരു ഹൈഡ്രജൻ്റെ മാസ് എത്ര? 1. അപ്പം 2 × 1 പ്ലസ് സൾഫർ ഒരെണ്ണം എത്ര ഉണ്ട്? ഒരു സൾഫറേ ഉള്ളൂ. സൾഫറിൻ്റെ മാസ് എത്ര? 32 പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? ഓക്സിജൻ എത്ര ഉണ്ട് ഇവിടെ? 4. അപ്പം 4 × 16 ചെയ്താൽ 2 + 32 + 64 വരും. അപ്പം 98 വരും. 98 U ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇത് ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ മാസാണ് 98 U. സിംഗിൾ മോളിക്യൂളിൻ്റെ മാസ് 98 U ആണ്. എന്നാൽ ഒരു മോൾ H2SO4 മോളിക്യൂളിൻ്റെ മാസ് നിങ്ങൾ എത്ര എഴുതാൻ പറഞ്ഞാൽ 98 ഗ്രാം എന്ന് എഴുതേണ്ടി വരും. ഇതിപ്പോൾ ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ മാസാണ് യുയിൽ പറയുന്നത്. ഒരു മോൾ H2SO4ൻ്റെ മാസ് നിങ്ങൾ 98 ഗ്രാമിൽ വേണം പറയാൻ. അത് അടുത്തത് മോൾ കൺസെപ്റ്റിനകത്ത് അത് വ്യക്തമായിട്ട് പറയും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. Sir, it is obtained by multiplying the atomic mass of each element by the number of its atom and adding them together. സാറേ ഡൗട്ട്, ഈ നേരത്തെ ആവറേജ് ആറ്റോമിക് മാസ് ഇല്ലായിരുന്നു, അതിനകത്ത് എക്സാമ്പിൾ വന്നില്ലേ? അപ്പോ ഈ ഡിവൈഡഡ് ബൈ 4 എങ്ങനെ വന്നു? ഇത് പെർസെൻറ്റേജാ. ഈ 3+1 ഇതിന്റെ അവൈലബിലിറ്റി, ഇതിന്റെ ടോട്ടൽ പെർസെൻറ്റേജ് എത്ര ഉണ്ട്? ടോട്ടൽ അവൈലബിലിറ്റി എത്ര ഉണ്ട് ഭൂമിയിൽ? 3+1. ഇത് 100-ലല്ല, ഇത് അതിന്റെ റേഷ്യോയിലാക്കി പറഞ്ഞിരിക്കുക. 100 ആണെങ്കിൽ ഡിവൈഡ് ബൈ 100 വേണം ചെയ്യാൻ. ഇത് 30%. ഇത് അല്ല, ഇത് 3:1 അല്ലേ? അതായത് 100-ൽ 100% പറയുകയാണെങ്കിൽ ഡിവൈഡ് ബൈ 100 ഇട്ട് ചെയ്യണം. പക്ഷേ ഇത് 100 അല്ല, ഇത് റേഷ്യോ തന്നിരിക്കുന്നുണ്ട് 3. അത് എത്ര ശതമാനം ഉണ്ടെന്നല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത്.
മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് റേഷ്യോ തരുവാണെങ്കിൽ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ റേഷ്യോ അല്ലേ 3 എടാ 4 ഇത് 3 ഇത് 3 ഇത് 1 ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഇത് 3 പാർട്ടും ഇത് 1 പാർട്ടും ഉണ്ടെന്ന അർത്ഥം. അപ്പോൾ മൊത്തം 4 പാർട്ട്. 4 പാർട്ടിൽ 3 പാർട്ടും ആരാ? ഇവനാണ്. ഒരു പാർട്ട് ആരാ? ഇവനാണ്. ഓക്കെ. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ ഫോർമുല മാസ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുന്നു. ഫോർമുല മാസ് ശരിക്കും ഫോർമുല മാസും മോളിക്കുലാർ മാസും എല്ലാം സെയിം തന്നെയാണ്. അയോണിക് ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതാണ് ഫോർമുല മാസ്. എന്നാൽ അവിടെ എന്ത് തന്നെ കണ്ടുപിടിക്കുന്നത്? എന്താണ്? മോളിക്കുലാർ മാസ് തന്നെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ മാസ് കണ്ടുപിടിക്കുമ്പോൾ അതിനെ ഫോർമുല മാസ് എന്ന് പറയുന്നതേ ഉള്ളൂ. രണ്ട് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഇതും. അപ്പം എഴുതുക ഫോർമുല മാസ്. ഫോർമുല മാസ്. In the case of ionic compound, ionic compound, like NaCl, there is no discrete separate molecules. Here the positive ions and negative ions are arranged in three-dimensional structure, 3D structure. So we can calculate only formula mass by taking molecular formula of compound, ഇതൊന്നും പറയണ്ട. ഇത് ചിലപ്പോൾ ഫോർമുല മാസ് ഒരു മാർക്കിന് ചിലപ്പം ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ ജസ്റ്റ് സിംപ്ലി മനസ്സിലാക്കിയാൽ മതി. എന്താ? ഇറ്റ് ഈസ് എ മോളിക്കുലാർ മാസ് ഓഫ് അയണിക് കോമ്പൗണ്ട് എന്ന് എഴുതിയാലും ഇതിൻ്റെ ഉത്തരം ശരിയാണ് കേട്ടോ. ഇനിയും അങ്ങനെ സെപ്പറേറ്റ് ഇത് ഞാൻ പറഞ്ഞല്ലോ, അയോണിക് കോമ്പൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഈ അയോൺസ് തന്നെ. ഇപ്പോൾ Na+ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നത് അറിയോ? Na ബോണ്ടഡ് വിത്ത് Cl-, ഇങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത്. നമ്മൾ അതിനെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, NaCl ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ NaCl എന്ന് ഇങ്ങനെ എഴുതുന്നതേ ഉള്ളൂ. ശരിക്കും ഇത് രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർമുല മാസ് എന്ന് പറയുന്നത്. മറ്റേ H2SO4 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അവരൊറ്റ ഇതായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഒറ്റ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒറ്റ എൻറ്റിറ്റി തന്നെയാണ്, പക്ഷേ ഇത് അയോണിക് ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരെ രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സെപ്പറേറ്റ് ആണ്, ഡിസ്ക്രീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് എന്താണ്, സെപ്പറേറ്റ് മോളിക്യൂളാണെന്ന് കരുതിയാൽ മതി. അപ്പം തൽക്കാലം വലുതായിട്ടൊന്നും ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട. എന്താ? അയണിക് കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ മാസിനെ വിളിക്കുന്ന പേരാണ് ഫോർമുല മാസ്. അത്രയും മാത്രം ഓർത്താൽ മതി, വേറെ ഒന്നും ഓർക്കണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അയോൺസ് എപ്പോഴും സെപ്പറേറ്റ് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് മോളിക്യൂൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഇനി സർ ഫോർമുല ഓഫ് എവിടെയായിരുന്നു? ലാസ്റ്റിലായിരുന്നു. ഫോർമുല ഓഫ് അയോൺ. ഒരു സെക്കൻഡ് ടേക്കിംഗ് അല്ല, ഫോർമുല മാസ് അല്ലേ? ഒരു സെക്കൻഡ്, ടേക്കിംഗ് ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ആണേ. കോമ്പൗണ്ട് അടുത്തത് മോൾ കോൺസെപ്റ്റ് എന്ന് ഒരു ഹെഡിങ് ആയിരിക്കും. മോൾ കോൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് ചെറിയ രീതിയിലൊന്ന് തലോടി കഴിഞ്ഞ ദിവസം വിട്ടായിരുന്നു, എന്നാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മോൾ ഈസ് ദ യൂണിറ്റ് ഓഫ്
Mole is the unit of amount of substance. Amount of substance. Amount of substance. It is defined as the amount of substance that contains as many particles as there in exactly 12 gram carbon 12 isotope. Carbon 12 isotope. That is 1 mole of any substance contains 6.022 into 10 raised to 23 atoms. This number is known as Avogadro number or Avogadro constant. Avogadro constant. N suffix എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഇപ്പം 1 mole of ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? അതിനർത്ഥം 6.022 ഇൻറ്റു 10 റൈസ് ടു 23 ഹൈഡ്രജൻ ആറ്റം എന്നാണ്. ഹൈഡ്രജൻ ആറ്റം എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ 1 mole of വാട്ടർ മോളിക്കൂൾ എന്ന് പറഞ്ഞാലോ? 1 mole of വാട്ടർ മോളിക്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 6.022 ഇൻറ്റു 10 റൈസ് ടു 23 വാട്ടർ മോളിക്കൂൾ ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ 1 mole എന്ന് പറഞ്ഞാൽ അത് ആറ്റം ആണെങ്കിലും മോളിക്കൂൾ ആണെങ്കിലും എത്ര ഉണ്ടെന്ന് അർത്ഥം? 6.022 ഇൻറ്റു 10 റൈസ് ടു 23 ഉണ്ടെന്നാണ് അർത്ഥം. ഇനി നമ്മൾ മോളാർ മാസിനെ, നേരത്തെ നമ്മൾ മോളിക്യുലാർ മാസാണ് പറഞ്ഞത്. മോളിക്യുലാർ മാസും മോളാർ മാസും രണ്ടും രണ്ടാണ്. ശ്രദ്ധിച്ചോണം, മോളാർ മാസും മോളിക്യുലാർ മാസും രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒന്നായിട്ടാണ് പറയുന്നതെങ്കിലും ശ്രദ്ധിച്ചോണം, ഒരു മോളിക്യൂളിൻ്റെ മാസിനെയാണ് മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഒരു മോളിക്യൂളിൻ്റെ മാസിനെ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇപ്പോൾ H2SO4 ഇതെടുത്തപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തുമായിട്ടത്? U എന്നായിട്ടത്, 98 U എന്നായിട്ടത് ആണോ? ആണ്. പക്ഷേ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ആറ്റങ്ങളുടെയോ മോളിക്യൂളിൻ്റെയോ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, അത് എപ്പോഴും ഗ്രാമിലായിരിക്കും പറയുന്നത്. രണ്ടും സെയിം സാധനം തന്നെയായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. അത് ഞാൻ തന്നെ ഇവിടെ എഴുതുകയാണ്, നോക്കിക്കോളൂ. മോളാർ മാസ് ഹെഡിങ് എഴുതിക്കും. മോളാർ മാസ് മറ്റേ എഴുതിയായിരുന്നോ? കാണിക്കണോ? മറ്റേ എഴുതിയായിരുന്നോ? ലാസ്റ്റ് കാണിക്കാം. ആ, ഓക്കെ സാർ. ഓക്കെ. ഇനിയും നോക്കിക്കോളൂ. മോളാർ മാസ് എന്ന് പറയുമ്പോൾ ദ മാസ് ഓഫ് 1 mole of a substance in gram. അതിനെ ഗ്രാം മോളിക്കുലാർ മാസ് എന്നും പറയും. ഗ്രാം
മോളിക്കുലാർ മാസ് എന്നും പറയും. അതെന്താണെന്ന് വ്യക്തമാക്കി തരാം. സിംപ്ലി പറയുകയാണെങ്കിൽ the molar mass that is the molar mass in grams is numerically equal to molecular mass in U. molecular mass in U. ഇത് ഗ്രാമിലുള്ള മോളാർ മാസും യുവിലുള്ള മോളിക്കുലാർ മാസും ടെക്നിക്കലി എന്ത് തന്നെയാണ്, ന്യൂമറിക്കലി എന്ത് തന്നെയാണ്, സെയിം ആണെന്നുള്ളതാണ് പറയുന്നത്. അതായത് സിംപിളി പറഞ്ഞുതരാം. നോക്കിയോ, ഞാൻ ഒരു ഇത് വരയ്ക്കൊന്നും വേണ്ട, ഞാൻ എക്സാമ്പിൾ എടുത്തേ ഉള്ളൂ. ഒരു H2O മോളിക്കൂളിൻ്റെ മോളിക്കുലാർ മാസ് നിങ്ങളെങ്ങനെ കണ്ടുപിടിക്കും? 2 × 1 + 16 അല്ലേ, അതായത് 18U ആണ്. അതിനർത്ഥം എന്തുവാ, ഇത് ഒരു സിംഗിൾ H2O മോളിക്കൂളിൻ്റെ മാസാണ് എന്ത്, 18U. ഇതിനെ നമ്മൾ വിളിക്കുന്നത് മോളിക്കുലാർ മാസ് ഓഫ് H2O എന്നാണ്. എന്നാൽ ഒരു പാത്രത്തിനകത്ത് ഒരു സിംഗിൾ മോളിക്കൂളാണോ ഉണ്ടായിരിക്കുന്നത്? അല്ല, കുറേ മോളിക്കൂൾസ് കാണും അല്ലേ, ലക്ഷക്കണക്കിന് കാണും. അപ്പം ഞാൻ ഒരു മോൾ മോളിക്കൂൾ എടുക്കുകയാണ്. അതായത് ഒരു മോൾ H2O മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് H2O ഉണ്ടെന്നാണ് അതിനർത്ഥം അല്ലേ. ആ 6.022 × 10⁻23 മോളിക്യൂളിൻ്റെ മാസാണ് 18 ഗ്രാമിലായിരിക്കും പറയുക. അതാണ് പറയുന്നത് മോളിക്കുലാർ മാസ് ഇൻ യൂണിഫൈഡ് മാസ് ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഇൻ എന്താണ്, ഗ്രാം. ടെക്നിക്കലി അല്ല, ന്യൂമറിക്കലി അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം. അതായത് ഒരു സിംഗിൾ ആളുടെ മാസാണ് യുവിൽ പറയുക, ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ ഗ്രാമിൽ പറയുക. സെയിം സാധനം തന്നെ, അത്രയും തന്നെ. മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും അതിൻ്റെ മോളാർ മാസും. പക്ഷേ യൂണിറ്റ് മാറും, യുവും ഗ്രാമും. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. അതായത് ഇപ്പോൾ നേരത്തെ H2SO4 എടുത്തു. അതായത് ഒരു സിംഗിൾ H2SO4 മോളിക്കൂളിൻ്റെ മാസ് ആയിരുന്നു 9. മോൾ ഏതായിരുന്നു? ഇപ്പം ഞാൻ പറഞ്ഞാണോ, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? മുമ്പേ പറഞ്ഞു. അതായത് ഒരു സിംഗിൾ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോളാർ മാസും മോളിക്കുലാർ മാസും തമ്മിലുള്ള വ്യത്യാസമാണോ? ഓക്കെ, പറഞ്ഞു. അത് പറയാൻ പോവാ. നേരത്തെ നമ്മൾ ഒരു സിംഗിൾ H2SO4 മോളിക്കൂളിൻ്റെ മാസ് എന്തായിട്ടാണ് എടുത്തത്? 98U ആയിട്ടാണ് എടുത്തത്. ആണോ? എന്നാൽ ഒരു ഒറ്റ സിംഗിൾ മോളിക്കൂളേ ഉള്ളായിരുന്നു ഇതിനകത്ത്. എന്നാൽ ഒരു മോൾ H2SO4 മോളിക്കൂളിൻ്റെ മാസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു മോൾ H2SO4 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 6.022 × 10⁻23 H2SO4 മോളിക്കൂൾ എന്നർത്ഥം. അത്രയത്തിൻ്റെ മാസ് എത്രയായിരിക്കും എന്നറിയാമോ? 98 ഗ്രാം എന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മോളാർ മാസ് എന്നായിരിക്കും പറയുന്നത്, മോളാർ മാസും. ഇതിനെ നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. മോളിക്കുലാർ മാസ് പറയുമ്പോൾ യുവിൽ പറയും, മോളാർ മാസ് പറയുമ്പോൾ ഗ്രാമിൽ പറയും. രണ്ടും സെയിം ആണ്. മോളാർ മാസ് പറയുന്നത് ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസാണ്, മോളിക്കുലാർ മാസ് പറയുന്നത് ഒരു സിംഗിൾ സബ്സ്റ്റൻസിൻ്റെ മാസാണ്. ക്ലിയർ? സാർ അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെ, ആകെ വ്യത്യാസം ഗ്രാം മാത്രമേ. ഗ്രാമും യുവും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ. യു എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞായിരുന്നു 1.66 × 10⁻27 കിലോഗ്രാമാണ്. അപ്പോൾ ഗ്രാം പോലും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനെ കുറേ മൾട്ടിപ്ലിക്കേഷനൊക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഗ്രാമിൽ കൊണ്ടുവരുന്നത്. ഇതിപ്പം കിലോഗ്രാം എന്ന് എഴുതിയെന്ന് പറഞ്ഞാലും അത്രയും കിലോഗ്രാം ഉണ്ടോ? 10⁻27. അതായത് 0.00000000 ഒരു 27 പൂജ്യം കഴിഞ്ഞിട്ടാണ് 1.66 ഒക്കെ വരുന്നത്. അപ്പോൾ വളരെ ചെറിയ സംഖ്യ കിലോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആക്കാൻ പോകണ്ട. എന്താക്കണം, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മോളിക്കൂളിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ ആറ്റത്തിൻ്റെ മാസിനെയൊക്കെയാണ് നമ്മൾ യുവിൽ പറയുക. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു മോൾ ഇപ്പോൾ ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം.
ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് പറയുമ്പോൾ 16U എന്നാണ് പറയുന്നത്. എന്നാൽ 1 മോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസിനെ നിങ്ങൾ എന്തെന്ന് പറയണം? 16 ഗ്രാം എന്ന് പറയണം. ഓക്കെ, ഇത് മോളാർ മാസാണ്. ഇത് എന്താണ്? ഇത് മോളിക്കുലാർ മാസാണ്. മോളിക്കുലാർ മാസല്ല, ഇതിന് ആറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്. എന്നാലും ഓക്കെ, മോളിക്യൂൾസിൻ്റെ വരുമ്പോഴാണ് മോളാർ മാസും മോളിക്കുലാർ മാസും ഉപയോഗിക്കുന്നത്. മറ്റേത് ആറ്റോമിക് മാസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മാസിനെ U എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. 1 മോൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മാസിനെ ഗ്രാം എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂസിലൊന്നും വ്യത്യാസമില്ല. ക്ലിയർ? എപ്പോഴും എല്ലാ സ്കൂളുകാർക്കും എല്ലാ പിള്ളേർക്കും ഈ ഒരു സാധനം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ പോകണ്ട. ചിന്തിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ക്ലിയർ ആണോ? ഏതാ എഴുതണ്ടേ? ഒരു സിംഗിൾ മോളിക്യൂൾ H2SO4 98U, 1 മോൾ H2SO4 അത്രയും, അത് എന്തെന്ന് പറയും? 98 ഗ്രാം എന്നും പറയും. അത് എക്സാമ്പിളായിട്ട് അവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി മോളാർ വോളിയം. അടുത്ത ഹെഡിങ് മോളാർ വോളിയം. മോളാർ വോളിയം എന്ന് പറഞ്ഞൊന്നുമില്ല. 1 മോൾ സബ്സ്റ്റൻസ് എത്ര വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നു അതാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? 6.022 × 10⁻23 സബ്സ്റ്റൻസ്. അത്രയും സബ്സ്റ്റൻസ് എത്ര വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നു അതായിരിക്കും അതിൻ്റെ മോളാർ വോളിയം. 1 മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയത്തിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ട് അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് എഴുതാം. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് 1 mole of any substance. ഏതൊരു സബ്സ്റ്റൻസിൻ്റെ 1 മോൾ എടുത്താലും, അതായത് സെയിം ടെമ്പറേച്ചറും സെയിം പ്രഷറിലും ഏതൊരു സബ്സ്റ്റൻസിൻ്റെ 1 മോൾ എടുത്താലും അതിനകത്ത് 22.4 ലിറ്റേഴ്സ് കാണും അതിൻ്റെ വോളിയം. അതും ഒന്ന് എഴുതിയിട്ടേക്കണം. മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ molar volume of any gas. Molar volume of any gas is molar volume of any gas is 22.4 ലിറ്റർ ആയിരിക്കും. ഇതിനകത്ത് പറയുവാണെങ്കിൽ, അതായത് നമ്മൾ മില്ലി ലിറ്റർ പറയുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതുക, 22,400 മില്ലി ലിറ്റർ. തിരിച്ചും പറയാം, 22.4 ലിറ്ററിനകത്ത് എത്ര മോൾസ് കാണും? 6.022 × 10⁻23 അത്രയും മോളിക്യൂൾസ് കാണുമെന്നും കൂടെ. അതായത് 1 മോൾ കാണും. അതായത് 1 മോൾ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയമാണ് മോളാർ വോളിയമെങ്കിൽ അതിനകത്ത് 22.4 ലിറ്റർ ഉണ്ടെങ്കിൽ 22.4 ലിറ്ററിനകത്ത് തിരിച്ച് എത്ര കാണും? 1 മോൾ കാണും. അല്ലെങ്കിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് കാണും എന്നും കൂടെ ഓർത്തോണം. വേണം അതും കൂടെ എഴുതിക്കോ. ദാറ്റ് ഈസ് 22.4 liter of any gas at STP, standard temperature and pressure, STP എന്നാണ് പറയുന്നത്. contains 1 mole of gas or 6.022 × 10⁻23 molecules of gas. Molecules of gas.
അടുത്ത് എഴുതുക പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അടുത്ത് എഴുതിക്കോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഹെഡിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അപ്പോൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ടർ H2O അല്ലേ, വാട്ടറിനകത്ത് ഹൈഡ്രജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതാണ് അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ H2SO4-നകത്ത് ആരൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ എത്ര ശതമാനമുണ്ട്, ഓക്സിജൻ എത്ര ശതമാനമുണ്ട്, സൾഫർ എത്ര ശതമാനമുണ്ട്? ഇപ്പോൾ HNO3-കകത്ത് ഓക്സിജൻ എത്ര ശതമാനമുണ്ട്, നൈട്രജൻ എത്ര ശതമാനമുണ്ട്, ഹൈഡ്രജൻ എത്ര ശതമാനമുണ്ട്? ഇങ്ങനെ ഓരോ മോളിക്യൂൾസിനകത്തും ഓരോ ആറ്റങ്ങൾ എത്ര ശതമാനമുണ്ട് എന്ന് നോക്കുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കത് എഴുതാം. ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് present in 100 gram of a substance. അതായത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താണ്, ഒരു 100 ഗ്രാം സബ്സ്റ്റൻസിനകത്ത്, ഇപ്പം ഞാൻ വെള്ളം എടുക്കുകയാണ്, വെള്ളത്തിന് ഞാൻ 100 ഗ്രാം 100 ml എന്ന് വേണമെങ്കിലും പറയാം, വെള്ളം ആയതുകൊണ്ട് ml പറയാം, അല്ലെങ്കിൽ ഗ്രാം 100 ഗ്രാം സബ്സ്റ്റൻസ് ഞാൻ എടുത്തിട്ട് അതിനകത്ത് ഇപ്പോൾ 100 ഗ്രാം വാട്ടർ എടുക്കുമെന്ന് വിചാരിച്ചു, അതിനകത്ത് എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ട്, എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്, അതായിരിക്കും അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഏതാ 100 ഗ്രാമിൽ എത്ര ഉണ്ടെന്ന് മനസ്സിലായി? 100 ഗ്രാമിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അണ്ടാവിനകത്ത് എത്ര ഇതുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരളവാണ് എടുക്കുന്നത്. അപ്പോൾ 100 ഗ്രാമിൽ എത്ര ശതമാനം ഓക്സിജനും എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അടുത്ത 100 ഗ്രാമിലും എത്ര തന്നെ ആയിരിക്കും, അത്ര തന്നെ കാണത്തുള്ളൂ, അടുത്ത 100. അപ്പം ആ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മൊത്തം കൂടെ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എളുപ്പം ഈ 100 ഗ്രാം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എളുപ്പം. ഇപ്പം നമുക്ക് ശരീരത്തിനകത്ത് ഗ്ലൂ അല്ലെങ്കിൽ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടോ നോക്കാൻ വേണ്ടി ശരീരത്തിലെ ബ്ലഡ് ഫുൾ ഊറ്റി എടുത്തുകൊണ്ട് പോകും? ഇല്ലല്ലോ. ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5 ml എടുക്കുമായിരിക്കും ശരീരത്തിൽ നിന്ന്, എന്നിട്ടല്ലേ ടെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. അപ്പം നോക്കിയോ, ഇനിയും ഇവിടെ അതിൻ്റെ ഒരു ഇതും കൂടെ എഴുതിക്കോ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓർ മാസ് പെർസെൻറ്റേജ് എന്ന് എഴുതിയേക്കണേ. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. എല്ലാം ഷോർട്ട് ഫോമാണ് എഴുതിയിരിക്കുന്നത്. മോളാർ മാസ്, കോമ്പൗണ്ടൊക്കെ ചെറിയ ഇതായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കിക്കോണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് H2O എടുക്കാം. H2O എടുക്കാം. H2Oയുടെ മോളാർ മാസ് എത്രയാണ്? H2Oയുടെ മോളാർ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം 18 ഗ്രാമാണ്. ഓക്കെ. നമുക്ക് അതിനകത്ത് ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിക്കോളൂ. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കണം. എന്താ വേണ്ടത്? മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്, ആ എലമെൻറ്റ് എത്ര ഉണ്ട്? 2. അപ്പോൾ 2 × 1 ഡിവൈഡ് ബൈ 18 × 100. അതായത് 2/18 × 100 എത്രയാണോ കിട്ടുന്നത് അത്. അതേപോലെ എനിക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കണമെങ്കിലോ, ഓക്സിജൻ്റെ ഓക്സിജൻ എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ മാസ് 16 ബൈ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട് 18 × 100. ഇത് ചെയ്യുമ്പോൾ എത്രയാണോ അത്ര കിട്ടും. ഇത് 88.8 കിട്ടും. അപ്പോൾ ബാക്കി പിന്നെ ഇത് വരുന്നത് ബാക്കി എത്രയായിരിക്കും? 11.2 ആയിരിക്കും. കണ്ടോ, ഇത്രയും പെർസെൻറ്റേജ് ആണ്.
അടുത്തത് ഇമ്പീരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഇമ്പീരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല ഇതിൻ്റെ കണക്കുണ്ട്. കണക്കെല്ലാം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. തൽക്കാലം ഇതിൻ്റെ തിയറിയൊക്കെ എഴുതി അങ്ങ് പോവാം. ഇമ്പീരിക്കൽ ആൻഡ് ഇമ്പീരിക്കൽ. ജ്യോതിസ് ഇന്ന് കയറിയിട്ടുണ്ടോ? ജ്യോതിസ് ഞാനുണ്ട് സർ. ഉണ്ട്. ഓക്കെ. ഇമ്പീരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഇമ്പീരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഈ ഇമ്പീരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുലയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മുതൽ ഇനിയിപ്പോൾ മോൾ കൺസെപ്റ്റ് തൊട്ട് അങ്ങോട്ടേക്ക് ഒത്തിരി ന്യൂമറിക്കൽസ് ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ഇടയ്ക്ക് ആ ന്യൂമറിക്കൽ ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. നമുക്ക് ഈ ടോപ്പിക് എല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ന്യൂമറിക്കൽ എല്ലാം ചെയ്തു പോകും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഇമ്പീരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ആദ്യം ഇമ്പീരിക്കൽ ഫോർമുല എഴുതിക്കും. ഇമ്പീരിക്കൽ ഫോർമുല ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല which gives only the ratio of different elements present in the compound. The empirical formula is the simplest formula which gives only the ratio of different elements present in the compound. But molecular formula is the actual formula that gives the exact number of different elements present in a sample. Example എഴുതാം. molecular formula of glucose is C6H12O6. but empirical formula of glucose is CH2O. അതായത് C6H12O6 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിമ്പിൾ ഇത് കിട്ടും. അതായത് ഇപ്പോൾ ഈ ഇമ്പീരിക്കൽ ഫോർമുലയ്ക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം എത്ര ഉണ്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ മോളിക്കുലാർ ഫോർമുലയ്ക്കകത്ത് കൃത്യം ഓരോ ആറ്റങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും. കണ്ടോ, കാർബൺ 6 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ 12 എണ്ണം ഉണ്ട്, ഓക്സിജൻ 6 എണ്ണം ഉണ്ട്. പക്ഷേ ഇത് വരുമ്പോഴത്തേക്കും അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോർമുലയാണ് ഡിവൈഡഡ് ബൈ എല്ലാത്തിനെയും ഒരേ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റേഷ്യോ കിട്ടും. ആ റേഷ്യോ വെച്ചിട്ടായിരിക്കും ആ ഫോർമുല എഴുതുന്നത്. Molecular formula of glucose is CH2O. But molecular formula is the actual formula.
ഇനിവേ ഞാൻ നോട്ട് എഴുതാനുള്ളത് നമുക്ക് തൽക്കാലം ഇത്രയും ഞാൻ നോട്ട് ഇന്ന് തൽക്കാലം എഴുതിപ്പിക്കുന്നുള്ളൂ. ഇനി